നമസ്കാരം. ഇന്നലത്തെ പത്രത്തിൽ ആഫ്രിക്കയിലെ കെനിയയിൽ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കാൻ കല്ല് പുഴുങ്ങി ആശ്വസിപ്പിക്കുന്ന ഒരമ്മയുടെ ചിത്രവും വാർത്തയും ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. കൊറോണയ്ക്ക് ശേഷം ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഇത്തരം പട്ടിണി മരണങ്ങളായിരിക്കും. വിധവയും നിരക്ഷരയുമായ പെനീന എന്ന അമ്മയാണ് കൊറോണ വന്നതോടുകൂടി അയൽവീട്ടിലെ അടുക്കള ജോലി പോലും നഷ്ടമായതോടുകൂടി മുഴുപട്ടിണിയിലായത്. നാളെ ഭൂരിഭാഗം മനുഷ്യരും അനുഭവിക്കാൻ പോകുന്ന പരമസത്യമായിരിക്കും പട്ടിണിയും ദാരിദ്ര്യവും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഡംബര ജീവിതം ഒഴിവാക്കി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്. ആദ്യം തന്നെ പറയട്ടെ, ഞാനും എൻ്റെ കുടുംബവും ആ ശക്തമായ തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. വെറുതെ നമ്മുടെ അലമാരയിലേക്ക് ഒന്ന് നോക്കുക. ഉപയോഗിക്കാത്ത എത്രമാത്രം വസ്ത്രങ്ങളാണ് ആ അലമാരയ്ക്കകത്ത് കെട്ടിക്കിടക്കുന്നത്. ഷോപ്പിംഗ് മാളുകളിൽ കയറുന്ന സമയത്ത് വെറുതെ അപ്പോഴുണ്ടാകുന്ന ഒരു കൗതുകത്തിന് വാങ്ങിക്കൂട്ടിയ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ ഉപയോഗിക്കാതിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ കാലമാണ്. ഇനിയെങ്കിലും നമ്മൾ മാറിയേ പറ്റൂ. അനാവശ്യ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് പട്ടിണി കിടന്ന് മരിക്കാറായ കുട്ടികളുടെ കഥകളല്ല, യാഥാർത്ഥ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അഹങ്കാര വിവാഹങ്ങളും ആർഭാട ഉത്സവങ്ങളും അനാവശ്യ യാത്രകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ ഇനിയെങ്കിലും ഒഴിവാക്കണം. വീട്ടിലും ഹോട്ടലുകളിലുമൊക്കെ ഭക്ഷണം പാഴാക്കുന്ന സമയത്ത് കല്ല് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നത് കണ്ട് ഇപ്പോൾ എന്തെങ്കിലും വിശപ്പടക്കാൻ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ നമ്മൾ ഓർക്കണം. മുണ്ട് മുറുക്കി ഉടുക്കുവാൻ സമയമായി, തന്ത്രികൾ മുറുക്കി കെട്ടുവാൻ നേരമായി. ആ കഥ കേട്ടിട്ടില്ലേ? ഒരു കടക്കാരൻ തൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം ലേലത്തിൽ വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആളുകൾ ഓരോ സാധനങ്ങളും ലേലമുറപ്പിച്ച് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാതെ കടയുടെ മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന പഴയൊരു വീണയുണ്ടായിരുന്നു. അതിൻ്റെ തന്ത്രികളെല്ലാം അയഞ്ഞു കിടക്കുകയായിരുന്നു. കടക്കാരന് അതിനെപ്പറ്റി യാതൊന്നും അറിവുമുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ കടയിലെത്തിയ പ്രായം ചെന്ന ഒരാൾ ലേലം വിളിക്കാൻ എത്തിയ ആളുകളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വീണയിലേക്ക് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരമായ സമയത്ത് ആ വൃദ്ധൻ ആ വീണയെടുത്ത് അതിലെ പൊടിയെല്ലാം തുടച്ച് അതിൻ്റെ തന്ത്രികളെല്ലാം മുറുക്കിക്കെട്ടി. അതിനുശേഷം അദ്ദേഹം അതിൽ അതിമനോഹരമായ സംഗീതം മീട്ടാൻ തുടങ്ങി. അതോടെ ആളുകളെല്ലാം അതിന് ചുറ്റിലും ആ മധുര സംഗീതം ആസ്വദിച്ച് കൂട്ടം കൂടി. ഒരു നിമിഷം അയാൾ ചോദിച്ചു, ഈ വീണ വാങ്ങുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. എല്ലാവരുടെയും കൈകൾ ഉയർന്നു. അന്ന് ആ കടയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റത് ആ വീണയായിരുന്നു. നമുക്കും നമ്മുടെ വീട്ടിലെ പൊടി പിടിച്ച് കിടക്കുന്ന വീണകളുടെ തന്ത്രികൾ മുറുക്കി കെട്ടാൻ നേരമായി. അനാവശ്യ ചിലവുകൾ നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അഥവാ നമ്മൾ ഈ സമൂഹത്തോട്, ഈ ലോകത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇനി അടുത്ത കഥ നാളെ.